DJ Moral Stories. പാവപ്പെട്ട ഗർഭിണി മകളുടെ ജന്മാഷ്ടമി. ഗായത്രി ഒരു പാവപ്പെട്ട കുടുംബത്തിലെ പെണ്ണാണ്. അവൾ ഭഗവാൻ കൃഷ്ണന്റെ പരമഭക്തയാണ്. അവൾക്ക് ഗ്രാമത്തിന്റെ തലവൻ സദാനന്ദ ടാഗോറിന്റെ ചെറിയ മകൻ ഗോപാലിനോടൊപ്പം കല്യാണം കഴിഞ്ഞു. ഗോപാലും ഗായത്രിയും പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ഗായത്രി പാവപ്പെട്ടവളും അനാഥയുമായത് കാരണം ഗോപാലിന്റെ കുടുംബത്തിലുള്ളവർക്ക് അവളെ തീരെ ഇഷ്ടമില്ലായിരുന്നു. ഗായത്രി ഗർഭിണിയായിരുന്നപ്പോൾ അവൾക്ക് 8 മാസമുള്ളപ്പോൾ ഗോപാൽ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അങ്ങനെ ഗായത്രി വിധവയായി മാറി. അവളുടെ അമ്മായിയമ്മ റൂക്കുമാരി ഗോപാൽ മരിച്ചതിന് കാരണം അവളാണെന്ന് പറഞ്ഞു. ഇവള് ശരിക്കും ഒരു നുണച്ചിയാണല്ലോ. ഈ ദോഷക്കാരി കാരണമാണ് എന്റെ മകന് ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്നത്. ഒന്നിനും കൊള്ളാത്തൊരു പാപിയാണിവൾ. ജാതകദോഷം വെച്ചോണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് കയറിയിരിക്കുന്നു. ഇവളുടെ ദോഷമാണല്ലോ നമ്മുടെ മകനെ ബാധിച്ചത്. അമ്മേ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവര് പറയുന്നത് എന്ത് തെറ്റാണുള്ളത്? എല്ലാം ശരിയാണല്ലോ. നീ അവന്റെ ജീവിതത്തിൽ വന്നതേ ഒരു അപശകുനമാണ്. അങ്ങനെയൊന്നും പറയരുതേ. ഞാൻ ഗോപാലിനെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ കൃഷ്ണനാണ് സത്യം. അപ്പോഴാണ് ഗായത്രിയുടെ മുത്തശ്ശൻ ടാഗോർ സജൻ സിംഗ് എന്തു പറഞ്ഞെന്നാൽ, മതി, നിന്റെ ഈ കള്ളക്കണ്ണീരൊലിപ്പിച്ചിട്ടുള്ള വേഷം കെട്ട് ഒന്ന് നിർത്ത്. ഗോപാലിന്റെ ഏട്ടനും അദ്ദേഹത്തിന്റെ ഭാര്യയും അവളെക്കുറിച്ച് ഒരുപാട് മോശമായ രീതിയിൽ സംസാരിച്ചു. ഇവളുടെ വയറ്റിലുണ്ടല്ലോ ആ കുഞ്ഞ്, ആ ഗോപാലിന്റെയോ വേറെ ആരുടെയെങ്കിലോ, അത് ആർക്കറിയാം. ഈ ദരിദ്രവാസികളെ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ എന്താ നിങ്ങൾ പറയുന്നേ? ഞാൻ പറയുന്നത് കേൾക്കൂ. ആദ്യം ഈ പിശാചിനെ നല്ല അടി കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞയക്കൂ. നുണ പറയുന്ന വായയ്ക്ക് ഭക്ഷണം കിട്ടില്ല. ഉർവശിയുടെ മരുമകൾ പറഞ്ഞത് ശരിയാണ്. ഇല്ല, ഈ മുഖസ്തുതി ഇല്ലാത്തവളെ ഞാനിപ്പോ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ പോവുകയാണ്. വേറെ വഴിയൊന്നുമില്ല. ക്രൂരനായ സദാനന്ദ് ഗ്രാമത്തിലുള്ള ക്ഷേത്രത്തിൽ നിന്നും സ്വർണ്ണ ശില്പം അവിടെ നിന്നും അടിച്ചുമാറ്റി ഗ്രാമത്തിലെ ജനങ്ങളുടെ മുൻപിൽ വെച്ച് ഗായത്രിയാണ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞു. കണ്ടില്ലേ ഗ്രാമത്തിലെ ജനങ്ങളെ, ആദ്യം ഈ ഗായത്രി എന്റെ പയ്യനെയും നശിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇപ്പൊ പോയപ്പോ കൃഷ്ണൻ കോവിലിരിക്കണ തങ്കശിലയെ എടുത്തിട്ട് പോയിരിക്കുന്നു. അത് കഴിഞ്ഞ് ആ ശിലയെ അവള് വിറ്റ് തൊലച്ചിരിക്കുന്നു. ആ വ്യാപാരി ഇപ്പൊ വന്നിട്ട് പോയതേ ഉള്ളൂ. നോക്ക്, ഇവിടെ പയ്യിൽ തന്നെ എല്ലാ പണവും ഉണ്ടായിരുന്നു. ഇല്ല, ഇവരീ പറയുന്നത് മുഴുവൻ കള്ളമാണ്. ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. പിന്നെ ഈ പണമൊന്നും എന്റേതല്ല. ഞാൻ പറയുന്നത് ദയവായി വിശ്വസിക്കൂ. അത് മാത്രല്ല, ഗർഭിണിയായ ഞാൻ ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാനാ? എനിക്കിപ്പോ ഭർത്താവ് പോലും ഇല്ല. നുണ പറയുന്ന വായയ്ക്ക് ഭക്ഷണം കിട്ടില്ല. നീ ഇനി ശബ്ദിച്ചു പോവരുത്. നീ നശിച്ചു പോവത്തേ ഉള്ളൂ. ഇവളെ പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കുക വേണ്ടത്. ഒരു നേതാവിന്റെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിൽ താമസിച്ചു കൊണ്ടുവന്നേ ഈ ഗ്രാമത്തെ തന്നെ നശിപ്പിക്കുമല്ലോ. ഗ്രാമത്തിലെ ജനങ്ങളും സദാനന്ദും പാവപ്പെട്ട ഗർഭിണിയായ ഗായത്രിയെ ഇല്ലാത്ത കുറ്റം ചുമത്തി ജയിലിൽ അടച്ചു. ഗായത്രിക്ക് സ്വന്തമെന്ന് പറയാൻ ആരും തന്നെ ഇല്ല. അവൾ ആ ജയിലിൽ അടഞ്ഞുകിടന്നു. അവിടെയുള്ളവർ ഗായത്രിയോട് വളരെ ക്രൂരമായി പെരുമാറി. അവൾ ദിവസവും ഭഗവാൻ കൃഷ്ണനെ ആലോചിച്ച് ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ടേയിരുന്നു. ആ ജയിലിലുണ്ടായിരുന്ന ഓഫീസർ ഗായത്രി ദിവസവും കരയുന്നത് കണ്ട് മനസ്സിലാക്കി അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ജന്മാഷ്ടമിയുടെ ദിവസവും വന്നെത്തി. ഗ്രാമത്തിലെ എല്ലാ ഭാഗത്തും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞിരുന്നു. പക്ഷേ അന്ന് പെട്ടെന്ന് ഗായത്രിക്ക് പ്രസവവേദന വരാൻ തുടങ്ങി. അമ്മേ, അമ്മേ, അയ്യോ ദൈവമേ, എന്റെ കുഞ്ഞ് വരാനുള്ള നേരായും തോന്നുന്നു. ഓഫീസർ ഉടനെ മറ്റുള്ള ലേഡി കോൺസ്റ്റബിൾസ് എല്ലാരെയും വിളിച്ചു വരുത്തി. പിന്നെ ജയിലിൽ തന്നെ ഗായത്രി വളരെ ഭംഗിയുള്ള ഒരു ചെറിയ കുട്ടിയെ പ്രസവിച്ചു. ആശംസകൾ ഗായത്രി. ജന്മാഷ്ടമി നാളിൽ, അതും ഒരു ദൈവത്തിന്റെ നാളിൽ നിനക്കൊരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ, അതായത് ദേവകിക്ക് അവരുടെ മകൻ കൃഷ്ണൻ കാരാഗൃഹത്തിൽ ജനിച്ചതുപോലെ നിനക്ക് ഇന്നൊരു മകൻ പിറന്നിരിക്കുകയാണ്. ഇതെല്ലാം എന്റെ കൃഷ്ണന്റെ ലീലയാണ്. അതുകൊണ്ട് ഇവനെ ഞാൻ കൃഷ്ണൻ തന്നെയാ പേരിടാൻ പോന്നെ. കൃഷ്ണൻ ഗായത്രിയുടെ കയ്യിലുണ്ടായിരുന്ന മുറിവിൽ തന്റെ കൈവച്ചതും ആ മുറിവ് ഉടൻ തന്നെ മാഞ്ഞുപോയി. ഈ അതിശയം കണ്ടിട്ട് ഗായത്രി സ്തംഭിച്ചുപോയി. അപ്പൊ എന്റെ കുഞ്ഞ് മായാശക്തിയുള്ളവനാണോ? എന്ന് വെച്ചാ ഇവന് കൃഷ്ണന്റെ ആശീർവാദം ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു അത്ഭുതം ഇപ്പൊ നടന്നത്. എനിക്ക് മകനായി വന്ന് ജനിച്ച കൃഷ്ണന് ജയ്. കൃഷ്ണൻ ഒരു സാധാരണ മനുഷ്യനല്ല. അദ്ദേഹത്തിൽ മാന്ത്രിക ശക്തികൾ നിറഞ്ഞിരിക്കുന്നു. ആ ഓഫീസർ ഗായത്രിയെ സഹായിച്ച്
വളരെ തന്ത്രപൂർവം അവളെ പുറത്തേക്ക് അയച്ചു. വളരെ നന്ദിയുണ്ട് ചേച്ചി. കൃഷ്ണൻ ഈ ലോകത്തിലുള്ള എല്ലാ സന്തോഷങ്ങളും നിങ്ങൾക്ക് തരും. നന്ദിയെല്ലാം അവിടെ ഇരിക്കട്ടെ ഗായത്രി. വേഗം ഇവിടെ നിന്ന് പോയിക്കോളൂ. ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ വലിയ പ്രശ്നമാവും ഇത്. ഇതാ കൃഷ്ണനെ ഈ കൂടയിൽ വെച്ചോളൂ, എന്നിട്ട് വേഗം പുറപ്പെട്. ഗായത്രി ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നതും തന്നെ ആശ്വാസത്തോടെ ദീർഘശ്വാസം വലിച്ചു. പക്ഷേ പാവം, അവളുടെ പ്രശ്നങ്ങൾ ഇനിയും തീർന്നിട്ടില്ല. അന്ന് രാത്രി ഭയങ്കരമായ പുയൽ കാറ്റും മഴയും വീശാൻ തുടങ്ങി. ആ കാറ്റത്ത് ഗായത്രി തന്റെ മകനെ എടുത്തുകൊണ്ടു പോയി. നദി കടന്നു ചെന്നപ്പോൾ ഗായത്രി ശ്രദ്ധിച്ചു, വെള്ളം അവളുടെ കഴുത്തിനു മുകളിൽ ചെന്നതേ ഇല്ല. അതായത് ഏതോ ഒരു ശക്തി ഗായത്രിയുടെ തലയിലുണ്ടായിരുന്ന കൃഷ്ണനെ രക്ഷിച്ചു കൊണ്ടുവന്നതുപോലെ തോന്നി. കൃഷ്ണനെ രക്ഷിക്കാനായി അവരുടെ പുറകെ ശീർഷനാഗം വന്നുകൊണ്ടിരുന്നു. അതൊരു കുടയായി മാറി ആ മഴയത്തു നിന്നും അദ്ദേഹത്തെ രക്ഷിച്ചു. പല്ലക്കിൽ വരുന്നു എന്റെ കണ്ണൻ, അവന് കാവലായി വരുന്നു അനന്തൻ. എനിക്കെല്ലാം അറിയാം എന്റെ കൃഷ്ണ, ഇതെല്ലാം ചെയ്യുന്നത് നീ തന്നെയല്ലേ. എന്തെന്നാൽ എന്റെ കണ്ണൻ ദൈവാംശമുള്ളവനാണ്. ഗായത്രി ആ മഴയിൽ നിന്നും രക്ഷിച്ച് മറ്റൊരു ഗ്രാമത്തിലേക്ക് ചെന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങി. പതുക്കെ പതുക്കെ കൃഷ്ണനും വലിയവനായി വളരാൻ തുടങ്ങി. പിന്നെ അവന് കണ്ണനെ പോലെ വെണ്ണയെന്ന് വെച്ചാൽ നല്ല ഇഷ്ടമാണ്. അവൻ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഒരുപാട് പാവപ്പെട്ടവരെ സഹായിച്ചു. എന്നെ രക്ഷിക്കണേ! ആരെങ്കിലും ഉണ്ടോ അവിടെ? ഞാൻ ഈ ചതുപ്പ് നിലത്തിൽ അകപ്പെട്ടു. ആരെങ്കിലും എന്നെ രക്ഷിക്കണം. നിങ്ങൾ വിഷമിക്കേണ്ട മുത്തശ്ശി, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. കൃഷ്ണൻ അവിടേക്ക് ചെന്ന് തന്റെ ശക്തി ഉപയോഗിച്ച് ആ ചതുപ്പു നിലം മായ്ച്ചു കളഞ്ഞു. പിന്നെ ആ വയസ്സായ അമ്മയെയും രക്ഷിച്ചു. വളരെ നന്ദി മോനെ കൃഷ്ണ. നീ ശരിക്കും ഒരു കലിയുഗത്തിലെ കണ്ണനാണ്. നിനക്ക് എന്നും ആ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ഇതാണ് എന്നും എന്റെ പ്രാർത്ഥന. മുത്തശ്ശി, നിങ്ങളുടെ പ്രാർത്ഥനയോടൊപ്പം അല്പം വെണ്ണയും എനിക്ക് തരാമോ? അതെനിക്കുള്ള സമ്മാനമായി ഞാൻ കരുതിക്കോളാം. അപ്പോഴാണ് അവിടേക്ക് ഗായത്രി വന്നത്. പിന്നെ അവൾ ദേഷ്യത്തോടെ എന്തു പറഞ്ഞെന്നാൽ, നിനക്ക് വെണ്ണയൊന്നും കിട്ടാൻ പോകുന്നില്ല കൃഷ്ണ. എപ്പോ നോക്കിയാലും വെണ്ണ വെണ്ണാന്ന് പറഞ്ഞോണ്ടിരുന്നോ? വാ ഇങ്ങോട്ട് വന്ന് പഠിക്കാൻ നോക്ക്. പഠിച്ചില്ലെങ്കിൽ നാളെ തൊട്ട് നിന്നെ ഞാൻ ഒരിടത്തും കളിക്കാൻ വിടില്ല. ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ചെയ്യണ്ട. ഞാൻ തീർച്ചയായും പഠിച്ചോളാം. കൃഷ്ണനെ ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. ദിവസവും അതിരാവിലെ നദിക്കരയിൽ എല്ലാ പെണ്ണുങ്ങളും വന്ന് ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഓടക്കുഴൽ നാദത്തിൽ അവർ സ്വയം മറന്നുപോകും. മറുവശത്ത് ഗായത്രി തന്റെ ജീവിതത്തിൽ ഒരുപാട് മുന്നേറി. മറുവശത്ത് സദാനന്ദ്, അദ്ദേഹത്തിന്റെ ക്രൂരതകൾ ഒരുപാട് അധികമായി. പെട്ടെന്ന് ഗ്രാമത്തിൽ ഒരു വൈറസ് പരന്നു. അതിന് മരുന്നൊന്നും തന്നെ ഇല്ലായിരുന്നു. സദാനന്ദ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവർ, ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും ഗ്രാമത്തിലുള്ള കൃഷ്ണന്റെ ക്ഷേത്രത്തിലേക്ക് ചെന്നു. ദൈവമേ കൃഷ്ണ, എന്നെയും എന്റെ കുടുംബത്തെയും ഒരു വലിയ പ്രശ്നം അലട്ടുന്നുണ്ട്. ആ പ്രശ്നത്തിൽ നിന്ന് എന്നെയും എന്റെ ഗ്രാമത്തിലെയും നീ തന്നെ രക്ഷിക്കണം. നുണ പറയുന്ന വായയ്ക്ക് ഭക്ഷണം കിട്ടില്ലത്രേ. ഭഗവാനെ കൃഷ്ണ, ഞങ്ങളെ ഈ മോശമായ വൈറസിൽ നിന്നും രക്ഷിക്കണമേ. അപ്പോഴാണ് അവിടെ നിന്നും ഒരു അശരീരി കേട്ടത്. അത് മറ്റാരുമല്ല, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശബ്ദമാണ് കേട്ടത്. സദാനന്ദ്, നീ നിന്റെ ഗ്രാമത്തിലുള്ള ജനങ്ങളും ചേർന്ന് എന്റെ ഭക്തയായ ഗായത്രിക്ക് ചെയ്ത ദ്രോഹത്തിന് എല്ലാവരും ചേർന്ന് നിങ്ങൾ അനുഭവിച്ചേ മതിയാവൂ. നിങ്ങളെല്ലാവരും ചേർന്ന് ഗർഭിണിയായ പെണ്ണിനെ, പാവം അവളെ കുറ്റം ചുമത്തിയിരിക്കുന്നു. അവൾക്ക് ജനിച്ചിരിക്കുന്ന ആ പെൺകുട്ടിക്ക് എന്റെ ചൈതന്യമാണ്. അവനെ കൊണ്ട് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. എന്ത് മോനെ, നമ്മുടെ മരുമകൾ ഗായത്രിയോട് ചെയ്ത മഹാപാപത്തിന് കിട്ടിയ ശിക്ഷയാണിത്. ഇപ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താനുള്ള സമയമാണ്. നമുക്കത് ഉപയോഗിക്കാം. ആ അതെ, കറക്റ്റാണ്. നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. ഞാൻ ഗായത്രി മരുമകൾക്ക് ചെയ്തത് എല്ലാമേ വലിയ ദ്രോഹമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഗ്രാമം ഇപ്പം വലിയ കഷ്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സദാനന്ദ് ഗായത്രിയുടെ അടുത്തേക്ക് ചെന്ന് അവളോട് മാപ്പ് ചോദിച്ചു. പിന്നെ കൃഷ്ണനെ അദ്ദേഹം കെട്ടിപ്പിടിച്ചു. എന്നോട് ക്ഷമിക്കൂ മരുമകളെ. ഞാൻ നിനക്കും എന്റെ പേരക്കുട്ടിക്കും വലിയ ദ്രോഹം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് തന്നെ അറിയാം എന്റെ പേരക്കുട്ടി കൃഷ്ണന്റെ സ്വരൂപമാണെന്ന്. അതുകൊണ്ട് ഇവന്റെ കൊണ്ട് മാത്രമേ ഈ ഗ്രാമത്തെ ഇനി രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അച്ഛൻ ഇങ്ങനെ ക്ഷമ ചോദിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കൃഷ്ണന്റെ ആജ്ഞ അനുസരിച്ചാണ് നിങ്ങൾ ഇപ്പോൾ ഈ ക്ഷമയും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതും ഒട്ടും കപടതയുള്ളതല്ല, മനസ്സിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനും കൃഷ്ണനും നിങ്ങളോട് എല്ലാവരോടും ക്ഷമിച്ചു കഴിഞ്ഞു. താങ്കൾ വിഷമിക്കേണ്ട മുത്തശ്ശ. ഞാൻ ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാവരെയും തീർച്ചയായും ആ വൈറസിൽ നിന്ന് രക്ഷിച്ചോളാം.
കൃഷ്ണനും ഗായത്രിയും സദാനന്ദനോടൊപ്പം ആ ഗ്രാമത്തിലേക്ക് വീണ്ടും വന്നു. കൃഷ്ണൻ ആ വെണ്ണയിൽ മായമന്ത്രങ്ങൾ പറയാൻ തുടങ്ങി. പിന്നെ എല്ലാവർക്കും തന്റെ കൈകൊണ്ട് തന്നെ ആ വെണ്ണ അവൻ നൽകി. പിന്നീട് എല്ലാരും തന്നെ ഗുണം പ്രാപിച്ചു. അവരെല്ലാരും ശ്രീകൃഷ്ണനെ പൂജിക്കാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ ഗായത്രിയും കൃഷ്ണനും അവരുടെ കുടുംബത്തോടൊപ്പം ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി.